ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതോ അതിനപ്പുറത്തായിട്ട് ഒരു മിറക്കിൾ നിങ്ങളിലേക്ക് സംഭവിക്കുമോ, അതെന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഫസ്റ്റ് തന്നെ നമ്മൾ മിറക്കിൾസിന് പറഞ്ഞതേ ഉള്ളൂ. മിറക്കിൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? എൻലൈറ്റൻമെന്റ്, ട്രസ്റ്റ്, കമ്മ്യൂണിറ്റി, ഓട്ടം വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. ടാരോ കാർഡ്സ് കൂടി എടുക്കട്ടെ. കിങ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് എയർ വന്നിട്ടുണ്ട്. സെവൻ ഓഫ് ഫയർ, ത്രീ ഓഫ് ഫയർ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് എയർ ആണ്. ടു ഓഫ് എയർ എന്ന് പറയുമ്പോൾ ടു ഓഫ് സോഡിന്റെ എനർജിയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്, നമ്മൾ എന്ത് മിറക്കിൾസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് കാർഡ്സ് എടുത്തത്. ഫസ്റ്റ് തന്നെ നമുക്ക് മിറക്കിൾസ് ആണ് വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മിറക്കിൾ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ മിറക്കിളിന് തൊട്ട് താഴെ നമുക്ക് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ മിറക്കിൾ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത്, അതായത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെയധികം പ്രോസ്പെറിറ്റി വരുന്നതായിട്ടാണ്. എന്തിന്റെ പ്രോസ്പെറിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു പ്രോസ്പെറിറ്റി, വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു സമയത്ത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുംതോറും നിങ്ങളിലേക്ക് എന്തോ വളരെ വലിയൊരു വിജയം സംഭവിക്കാൻ പോകുന്നുണ്ട്. അതൊരു മിറക്കിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് താമസം എടുക്കും. നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു മിറക്കിൾ ആയിരിക്കണം ചിലപ്പോൾ. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം അറിയാൻ പറ്റുകയില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മിറക്കിൾ ആണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. കാരണം എൻലൈറ്റൻമെന്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. അതായത് യൂണിവേഴ്സിൽ നിന്ന്, പ്രപഞ്ചത്തിന്റെ പ്രത്യേക അനുഗ്രഹമുള്ള വ്യക്തിയാണ് നിങ്ങൾ. കണ്ടില്ലേ, എല്ലാവർക്കും എൻലൈറ്റൻമെന്റ് കിട്ടണമെന്നില്ല. ഉണ്ടോ? എന്തെല്ലാം പ്രയത്നിച്ചു കഴിഞ്ഞാൽ, എത്രയോ കാലങ്ങളോളം മെഡിറ്റേഷൻ ചെയ്താൽ, എത്രയോ കാലങ്ങളോളം പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കട്ടെ, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്കൊരു എൻലൈറ്റൻമെന്റ് കിട്ടണം എന്നില്ല. ഇവിടെ നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം വരുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇവിടെ ഈ മിറക്കിൾസ് സംഭവിക്കാൻ പോകുന്നത്. ആ മിറക്കിൾസ് നിങ്ങൾക്ക് എന്തിന്റെ രൂപത്തിലായാലും സമ്പത്തിന്റെ രൂപത്തിലായിരിക്കും മിക്കവാറും വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഒരുപാട് സാമ്പത്തികം നേടിയെടുക്കാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് സമ്പത്തിൻ്റെതായ ഒരു രാജാവിന്റെ എനർജിയിലേക്ക്, അതായത് ഒരു ഹൈ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ സ്വയം സംശയിച്ചു നിന്ന സമയമുണ്ടല്ലോ, എനിക്കൊരു വിജയത്തിലേക്ക് വരാൻ കഴിയുമോ, എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ല എങ്കിൽ ഞാൻ എന്നും ഇങ്ങനെ കഴിഞ്ഞു പോകുമോ, എനിക്കൊരിക്കലും ഇതൊന്നും ലഭിക്കില്ല, ഞാൻ വെറുതെയാണ് പ്രയത്നിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഇവിടെ സ്വയം സംശയിച്ച് നിൽക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്കിവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? സ്വയം സംശയിച്ച് നിന്ന ആ സമയം നിങ്ങൾക്കിവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയും കണ്ടില്ലേ, ഇവിടെ ധാരാളമായിട്ട് നല്ല രീതിയിലാണ് നിങ്ങളിലേക്ക് അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. റെയിൻബോ കളേഴ്സ് കണ്ടില്ലേ, ഇത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലായാലും നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു ഉയർച്ച വരാനുള്ള എനർജിയാണിത്. അതല്ല, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെ ഒരുപാട് മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടാവണം ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അത് എപ്പോഴും നിങ്ങളെ അത് വല്ലാതെ വലച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവാം. നിങ്ങൾ സംശയിച്ചിട്ടുണ്ട്, ഇതെന്നിൽ നിന്ന് മാറിക്കിട്ടുമോ, ഇത് എന്നെയും കൊണ്ടേ പോകും, ചിലരൊക്കെ പറയുന്ന കേൾക്കാമെങ്കിൽ എന്നെയും കൊണ്ടേ ഇത് പോകും എന്നൊക്കെ നിങ്ങൾ സംശയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അതുവഴി നിങ്ങൾ കൂടുതലായിട്ട് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ആവും. അതുപോലെ അതിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. കണ്ടില്ലേ, ഈ മിറക്കിളാണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കിങ് ഓഫ് എർത്ത്, അതായത് കിങ് ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികം ധാരാളമായി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. കിരീടം വെച്ച രാജാവായി, ഇവിടെ കിരീടം കണ്ടില്ലേ, കിരീടം വെച്ച രാജാവായി നിങ്ങൾക്ക് വാഴാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഈ പ്രയത്നത്തിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് ലഭിക്കാറായിട്ടുണ്ട്. നിങ്ങളുടെ മോശം സമയം, നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം അവസാനിക്കാൻ പോകുന്നു. ഇനി ഒരു നല്ല സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇനി ഇത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഒരു മിറക്കിൾ സംഭവിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ മിറക്കിൾസ് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻലൈറ്റൻമെന്റ്, ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. പെട്ടെന്നാണ് നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടായിട്ട്, ഒരു ബ്ലിസ് പെട്ടെന്നാണത്. എന്നിട്ടൊരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. മാനസികമായിട്ട് പെട്ടെന്നൊരു ഉല്ലാസം, ഒരു ഉന്മേഷം തോന്നുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു വെളിച്ചം ഉള്ളിലേക്ക് കയറിയതുപോലെ, മനസ്സിലായി, എന്തോ ഒരു പ്രകാശം ഉള്ളിൽ തട്ടിയതുപോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. അവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൂടുതലായിട്ടും പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു. എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് ഒക്കെയും ഒരു റിസൾട്ട് വരാറായിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച കഷ്ടതകൾക്കൊരു റിസൾട്ട് വരാറായിരിക്കുന്നു, ഒരു പോസിറ്റീവായ റിസൾട്ട് എനിക്കിപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രകാശം നിങ്ങളിൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ
നമ്മുടെ അതിന് തൊട്ട് എൻലൈറ്റൻമെന്റിന് തൊട്ട് താഴെ എന്താണ്, ക്യൂൻ ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. ബ്രില്യൻ്റ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, ഹ്യൂമറസ് ആണ്. കണ്ടില്ലേ, നിങ്ങൾ നല്ല ബ്രില്യൻ്റ് ആയ വ്യക്തികളാണ്. ഒരുപാട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നേടിയെടുത്തതാണ് ഈ ഒരു എനർജി. അതായത് ക്യൂൻ ഓഫ് എയർ എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇൻഡിപെൻഡന്റ് ആവാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. മനസ്സിലായി? അത് എന്തിനു വേണ്ടിയുള്ള ഇൻഡിപെൻഡന്റ് ആവണമെന്ന് വിചാരിച്ചത്? നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടൊന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കണമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് എങ്കിൽ അവിടെ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു പ്രകാശത്തിലൂടെയാണ് നിങ്ങൾക്ക്, ഈ ഒരു വെളിച്ചത്തിലൂടെയാണ് നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാനുള്ള ആ ഒരു എനർജി ലഭിച്ചത്. മനസ്സിലായി? നിങ്ങളിവിടെ ഒരുപാട് കാലം കൊണ്ട് പ്രയത്നിച്ചിട്ടുണ്ട്. നല്ലൊരു ജോലിക്ക് വേണ്ടി ആവാം നിങ്ങൾ പ്രയത്നിച്ചിരുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവും. അതുമല്ല സൊസൈറ്റിയിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയാവാം. അതുമല്ല നിങ്ങളുടെ ഓഫീസിൽ തന്നെ, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് നീങ്ങണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടി നിങ്ങൾ കുറെ കാലം കൊണ്ട് കാത്തിരുന്നിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടുന്ന എനർജി ഉണ്ടാവാം. അതിനായിട്ടായിരിക്കണം നിങ്ങൾ പ്രയത്നിച്ചത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ സ്വതന്ത്രരാകുന്നു. സോറി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ ഒരു റാണിയായിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഉയർന്ന സ്ഥാനത്തുള്ള ഒരു വ്യക്തിയായിട്ട്, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ കരുതുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു അധികാരിയായിട്ട്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ചുറ്റിനും ഉള്ള ചില വ്യക്തികൾ, മനസ്സിലായി? ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിപൂർവം പ്രയത്നിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. നിങ്ങൾ കുറെ കാലം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ നേടിയെടുത്ത ഒരു സക്സസ് ആണിത് എന്നാണ് കാണുന്നത്. ഈ ഒരു എൻലൈറ്റൻമെന്റിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഫ്രീഡം അനുഭവിക്കാനുള്ള ആ ഒരു എനർജി ലഭിച്ചത്. മനസ്സിലായോ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരിക്കും യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറയാറുണ്ടായിരിക്കും. പക്ഷേ അവിടെ ഒരു ട്രസ്റ്റ് കൊടുക്കുന്നില്ല. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട് ഒരു 100% നമ്മൾ അവിടെ ട്രസ്റ്റ് കൊടുക്കണം, വിശ്വാസം കൊടുക്കണം. എനിക്ക് യൂണിവേഴ്സ് ഇത് സാധിച്ചു തരും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിൽ എത്രമാത്രം ഉണ്ടോ അത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ്, അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരും. കണ്ടില്ല? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഓഫ് ഫയർ ആണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. 7 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രശ്നങ്ങളാണ് ചുറ്റിനും. ഒരുപാട് പ്രശ്നങ്ങളെ മല്ലിട്ട് വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത്. നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾ ഒന്ന് നേരിടാൻ ശ്രമിക്കുകയാണ്, പല പ്രശ്നങ്ങളെയും നേരിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പക്ഷെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും. കാരണം നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കും. കാരണം ഇതൊരു ചലഞ്ചാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ആരാണ് കൊണ്ടുതന്നത്? നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതന്നതാണ്. ഈ വെല്ലുവിളിയിൽ നിന്നും, ഈ പ്രതിസന്ധികളിൽ നിന്നുമാണ് നിങ്ങൾ കരകയറേണ്ടത്. നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് ഇവിടെയാണ് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരുന്നത്. കാരണം ഇത്രമാത്രം പ്രശ്നങ്ങളെ ഒന്നിച്ച് നേരിട്ട് വിജയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ മല്ലിടുകയാണ് ചെയ്യുന്നത്, തകർക്കുകയാണ്. ഇവിടെ നിങ്ങൾ അതിനെ എതിർത്ത് ജയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ അതിനെ നേരിട്ട് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ സന്നദ്ധനാണ്, അല്ലെങ്കിൽ സന്നദ്ധയാണ്.
പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. അതിന് നേരിട്ട് വളരെയധികം നല്ല ചങ്കൂറ്റത്തോടുകൂടി, നല്ല ആത്മവിശ്വാസത്തോടുകൂടി നേരിട്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പെട്ടെന്ന് കടന്നിരിക്കുന്നത്. ആ വ്യക്തിക്കാണ് യൂണിവേഴ്സിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടാകുന്നത്. യൂണിവേഴ്സിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ എത്ര പ്രശ്നങ്ങൾ ചുറ്റിനും വന്നാലും അതിനെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതാണ് പറയുന്നത്, യൂണിവേഴ്സിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിന് കാരണം. മനസ്സിലാക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പ്രത്യേക അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇവിടെ. അതാണ് എൻലൈറ്റൻമെന്റ്, അതുപോലെ മിറാക്കിൾസ്. കണ്ടില്ലേ? ഇത് കാണുന്നതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണെന്നുള്ളതിന് തെളിവാണ്. ക്യൂൻ ഓഫ് സോഡ്, കിങ് ഓഫ് എർത്ത്, ഇതെല്ലാം അത് തന്നെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എന്തിനും പെട്ടെന്നൊരു വിജയം അങ്ങ് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശയായിരിക്കും വരുന്നത്. അവിടെ കുറച്ചുകൂടി പ്രയത്നവും വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും യൂണിവേഴ്സിന് ഫോർഗിവ്നെസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ഇത് പറഞ്ഞിരിക്കണം. അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നത്. ഒരു നല്ല വ്യക്തിയായി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് യൂണിവേഴ്സ് അല്ലേ? അപ്പൊ യൂണിവേഴ്സിനെ വിശ്വസിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ മുന്നോട്ട് നയിക്കുവോ? അതാണ് പറയുന്നത്, ആ വിശ്വാസം നിങ്ങൾ നേടിയെടുക്കണം. വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. ഇവിടെ കമ്മ്യൂണിറ്റി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിറ്റിയിലൊക്കെ പാറി പറക്കാനുള്ള ആ ഒരു എനർജി ഉണ്ടാവുന്നു. വളരെയധികം ഉല്ലാസത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ വിധത്തിലും ഇവിടെ സന്തോഷം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈസിനെ പോലെ നല്ല മനോഹരമായ ചിറകുകളോടുകൂടി പാറിപ്പറക്കാൻ എങ്ങനെയും സ്വാതന്ത്ര്യത്തോടുകൂടി. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം വരുന്നത്? നിങ്ങളിവിടെ ഒരുപാട് പാടുപെട്ടിട്ടാണ്, എക്സ്പീരിയൻസ് ചെയ്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ലൈഫില് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത്. ഇതൊരു ഫ്രീഡം കിട്ടിയ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റെയിൻബോ കണ്ടില്ലേ? അതുവഴി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആരോഗ്യത്തെയാണ് കാണിച്ചിരിക്കുന്നത്, ധനപരമായ മാറ്റത്തെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യം, ധനപരമായ മാറ്റവും എല്ലാം സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെയധികം ഫ്രീഡം കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ബട്ടർഫ്ലൈ ഇങ്ങനെ പാറി പറന്ന് ഉല്ലസിച്ച് നടക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്താ നിനക്ക് പ്രശ്നമെന്ന്, എന്തുകൊണ്ടാണ് നീ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനോട് നമ്മൾ ചോദിക്കാറുണ്ടോ? ആരെങ്കിലും അതിനെ തടയാൻ ചെല്ലുന്നുണ്ടോ? അതിൻ്റെ ഇഷ്ടമാണ്. അതിനിഷ്ടമുള്ള പൂവിൽ ചെന്നിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് സഞ്ചരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഫ്രീഡം കിട്ടാൻ പോകുന്നു. ഇതുതന്നെയാണ് ഏറ്റവും വലിയ മിറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അതിശയം, അത്ഭുതം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു എനർജി വരുമ്പോൾ ഇവിടെ 3 ഓഫ് ഫയറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വിഷൻ, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ദൂരദേശത്തേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ. ഇതിനായിട്ട് നിങ്ങളെല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും അന്യ രാജ്യങ്ങളിലേക്ക് പോയി ചിലപ്പോൾ ജോലി നേടാനായിരിക്കാം, ചിലപ്പോൾ പഠിച്ച് ഒരു നല്ല നിലയിൽ എത്താനായിരിക്കാം ശ്രമിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ വിസ എടുത്ത്, പാസ്പോർട്ട് എടുത്ത്, വിസ എടുത്തൊക്കെ നോക്കി നിൽക്കുകയാവണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഈ ഒരു വിഷൻ ഇവിടെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഗോൾ നിങ്ങൾക്കിവിടെ നേടാൻ സാധിക്കും. നിങ്ങളിവിടെ എന്തിനു പ്രയത്നിക്കുന്നുണ്ടോ, എന്തിനാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്, ഇത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് മറ്റേതെങ്കിലും രാജ്യത്ത് പോകാനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റിനായിരിക്കണം. ഇതാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരോഗ്യപരമായിട്ട് ധനപരമായിട്ട് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് യൂണിവേഴ്സാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാ തരത്തിലുമുള്ള അതിശയങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകൂ എന്നും പറയുന്നുണ്ട്. നമുക്കിനി ശിവഭഗവാന്റെ ഓറക്കിൾ കാർഡ്സ് ഒന്നുകൂടെ നോക്കാവേ. എന്താണ് ഭഗവാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഈ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം എന്താണ്? ഓട്ടം വന്നിരിക്കുന്നത് വാട്ട് യു ലോസ്റ്റ് വാസ് നെവർ മെയ്ഡ് ഓഫ്. ബോട്ടം വന്നിരിക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടോ അത് നിങ്ങൾക്കുണ്ടായിരുന്നതല്ല. മനസ്സിലായോ? ഇത് നേടാനുള്ളതാണ് നിങ്ങൾക്കുള്ളത്. നമ്മളിൽ നിന്ന് ഒരു കാര്യം നഷ്ടപ്പെട്ടു, അത് നമുക്കുണ്ടായിട്ടുള്ളതല്ല. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോയി, ആ വ്യക്തി നമ്മളുടേതായിരുന്നില്ല, നമുക്കുള്ളതല്ല ആ വ്യക്തി. ഇനി വരാനുള്ളതായിരിക്കും നമുക്ക് നല്ല സമയം, ഇനി വരാനുള്ള ഭാഗ്യം നമുക്ക് അത് അങ്ങേയറ്റത്തെ കൊണ്ടുപോകുന്നതായിരിക്കാം. അതിലേക്കാണ് ഇനി ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില തുടക്കങ്ങൾ വരാം, പുതിയ ചില യാത്രകളാവാം, പുതിയ ചില സന്തോഷങ്ങളെ സ്വീകരിക്കാനുള്ള സമയമായിരിക്കുന്നു, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു, പ്രപഞ്ചത്തിനെ അറിയാനുള്ള സമയമായിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹങ്ങൾ ഒരുപാട് നേടാനുള്ള സമയം ആയിരിക്കുന്നു. നല്ല ഒരു സ്റ്റാർട്ടിങ്ങിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് എന്ന് കാണുന്നു. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് എയർ ആണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആണ് ജീവിതം. എന്നാൽ പോലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ കണ്ടില്ലേ 6 ഓഫ് വാട്ടറിന്റെ എനർജിയിലേക്ക് വരും. ഇവിടെ നോക്കി നിൽക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നു. സിൻസിയറായ ഒരു ലവ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരാണോ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തി, അവർ യഥാർത്ഥത്തിലും സിൻസിയർ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. റിലീസ് ആങ്സൈറ്റി, സ്റ്റേ കൂൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവാം, ആകാംക്ഷ ഉണ്ടാവാം, ആകാംക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ ആകാംക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സാമ്പത്തികം എനിക്ക് ലഭിക്കുമോ, ഞാൻ ആഗ്രഹിച്ച വ്യക്തി എന്നിലേക്ക് വന്നു ചേരുമോ? ഇതൊക്കെ ഒരുപാട് സംശയങ്ങളെ തരുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണും. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കളഞ്ഞേക്കൂ, വിട്ടുകളഞ്ഞേക്കൂ, കൂളായിട്ടിരിക്കൂ, നിങ്ങൾക്കിതെല്ലാം വന്നു ചേരും, മിറക്കിൾസ് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഡോണ്ട് സ്റ്റക്ക് ഹിയർ, മൂവ് ഓൺ. നിങ്ങൾ അങ്ങനെ ഈ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പേടി ഉണ്ടാവും, ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കേണ്ട, മുന്നോട്ട് വരൂ. മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത്. സ്റ്റക്കായിട്ടിരിക്കുന്നിടത്ത് അങ്ങനെ ഇരിക്കുകയേ ചെയ്യൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴാണ് മുന്നോട്ട് വരണമെന്ന് തോന്നുന്നത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസിലേക്ക് വരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അഡ്ജസ്റ്റ് വിത്ത് സിറ്റുവേഷൻ. സാഹചര്യം എന്താണോ ആ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കൂ. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യം എന്താണോ ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, മുന്നോട്ട് വരാൻ ശ്രമിക്കുക, അതും വേണം. പിന്നെ എന്താണ് പറയുന്നത്, ആങ്സൈറ്റി ഒട്ടും തന്നെ വേണ്ട. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സന്തോഷം കണ്ടെത്തുക. മനസ്സിലായി? അതൊക്കെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നത്? പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഇതൊന്നും നിങ്ങൾക്കുള്ളതായിരുന്നില്ല.
നിങ്ങൾക്ക് വേണ്ടി വേറെ ഇതിലും വലിയ എന്തോ ഒന്ന് ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? നമ്മളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ വിചാരിക്കേണ്ട എന്താണ്, ഇതിലും വലുത് എനിക്ക് സംഭവിക്കാനുണ്ട്. മനസ്സിലായോ? അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം. അതാണ് നമ്മുടെ ഈ ഒരു റീഡിങ്ങിൽ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. പലരും, ഒരുപാട് പേർ സ്പിരിച്വലി അവേക്കണിംഗ് ആയി വന്ന വ്യക്തികളാണ്. അതാണ് ഇവിടെ എൻലൈറ്റൻമെന്റ് വന്നിരിക്കുന്നത്. മനസ്സിലായി? നല്ലൊരു പരിവർത്തനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരേക്കും ബൈ.